Hi all, I am Jinsi Mary Abraham from MedCity International Academy. So നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് സെറ്റിങ്സിന് അനുസരിച്ച് എങ്ങനെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ എങ്ങനെ നമ്മുടെ അപ്രോച്ച് ഡിഫറൻസ് ആക്കാം എന്നുള്ളതായിരുന്നു. സോ ഐ എം ഗോയിങ് ടു കണ്ടിന്യൂ വിത്ത് ദ ക്ലാസ് റൈറ്റ് നൗ. ആദ്യം നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഹോം വിസിറ്റിനെ കുറിച്ചാണ്. സാധാരണയായി നമ്മൾ ഹോം വിസിറ്റ് ഒരു നോൺ കേസ് ആണോ അൺനോൺ കേസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റുഡൻസ് അപ്പം തന്നെ പറയും ഹോം വിസിറ്റ് ഒരു നോൺ കേസ് ആണെന്ന്. പക്ഷേ എല്ലാ ഹോം വിസിറ്റും ഒരു നോൺ കേസ് ആവണമെന്നില്ല. സപ്പോസ് നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു നേഴ്സ് ഇമ്മ്യൂണൈസേഷൻ സ്കെഡ്യൂൾ ചെക്ക് ചെയ്യാനായിട്ട് എത്തുന്നു, അതൊരു നോൺ കേസ് അല്ല. ഒരു നേഴ്സ് നിങ്ങളുടെ ഹോം അപ്രോച്ച് ചെയ്യുന്നത് ഒരു സർവേക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അത് നമുക്കൊരു നോൺ കേസായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എല്ലാ ഹോം വിസിറ്റ് കേസുകളും നോൺ കേസുകളാണോ എന്നില്ല. അപ്പം നമ്മൾ ആദ്യം ഡീൽ ചെയ്യുന്നത് എങ്ങനെ ഒരു നോൺ കേസ് അപ്രോച്ച് ചെയ്യാമെന്നുള്ളതാണ്. നിങ്ങൾ ആ സിനാരിയോ കംപ്ലീറ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അതൊരു നോൺ കേസ് ആണെന്ന്. So you will ask your interlocutor during the 3 minutes preparation time, how may I address you during the role play. അപ്പം interlocutor suppose ഒരു പേര് പറഞ്ഞു, let it be Mr. John. ഓക്കെ, ഇനി നിങ്ങൾ സെർച്ച് ചെയ്യാൻ പോകുന്നത് ഈ ജോണിൻ്റെ വീടല്ലേ എന്ന് വെച്ചാൽ നിങ്ങളുടെ 5 മിനിറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ജോൺ എന്ന ആളുടെ വീടിന് മുമ്പിൽ നിന്നാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. സോ നമുക്ക് എങ്ങനെ ഈ കൺവെർസേഷൻ ഓപ്പൺ ചെയ്യാം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും. ഗ്രീറ്റിംഗ്സ് അക്കോർഡിംഗ് ടു ദ ഡേ ടൈമിങ്സ്. ദെൻ യു വിൽ ഓപ്പൺ ലൈക്ക് ദിസ്. ഈസ് ദിസ് മിസ്റ്റർ ജോൺസ് ഹൗസ്? ആം ഐ സ്പീക്കിംഗ് ടു ദ റൈറ്റ് പേഴ്സൺ? അല്ലേ, ഒരു വീട്ടിൽ തന്നെ പലരും വന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതിൽ നിന്ന് നമ്മൾ കൺഫേം ചെയ്യുകയാണ്, ഈസ് ദിസ് മിസ്റ്റർ ജോൺസ് ഹൗസ്? ആം ഐ സ്പീക്കിംഗ് ടു ദ റൈറ്റ് പേഴ്സൺ? അത്രയും പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ വിസിറ്റിൻ്റെ ഉദ്ദേശം അഥവാ പർപ്പസ് എന്താണെന്ന് നിങ്ങളവിടെ പ്ലേസ് ചെയ്യണം. ലൈക്ക് ഐ ആം സോ ആൻഡ് സോ, ഐ ആം ഹിയർ ഫോർ. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളവിടെ എത്തിയിരിക്കുന്നത് അത് നിങ്ങൾ പറയുന്നു. അതിനുശേഷം നിങ്ങൾ അവരോട് വീണ്ടും ചോദിക്കുകയാണ്, ഈസ് ദറ്റ് ദ റൈറ്റ് ടൈം ടു ടോക്ക് വിത്ത് യു? അത് ചോദിച്ചു കഴിയുമ്പോൾ അത്രയും കൺഫർമേഷൻ എടുത്തു കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ അതൊരു കുറച്ചുകൂടി ജെന്യുവിനായിട്ടുള്ള അപ്രോച്ചായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സോ നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞു എല്ലാ ഹോം വിസിറ്റ് കേസുകളും നോൺ കേസ് ആണോ എന്നില്ല. ഇപ്പം നമുക്കൊരു അൺനോൺ കേസായിട്ടാണ് ഈ കേസ് സിനാരിയോ മുഴുവൻ വായിച്ചിട്ട് മനസ്സിലാകുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് പിന്നെ പ്രത്യേകിച്ച് ഡൗട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ഇങ്ങനെ കൺവെർസേഷൻ ഓപ്പൺ ചെയ്യാം. ഐ ആം സോ ആൻഡ് സോ, ഐ ആം ദ രജിസ്റ്റേർഡ് നഴ്സ് ഓർ ഐ ആം ദ ഡിസ്ട്രിക്ട് നഴ്സ് വർക്കിംഗ് ഇൻ ദിസ് ലൊക്കാലിറ്റി. ഐ ആം ഹിയർ ഫോർ. നിങ്ങളുടെ വിസിറ്റിൻ്റെ പർപ്പസ് പ്ലേസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അവരോട് ചോദിക്കാം, how may I address you or may I know your name for better conversation? അങ്ങനെ എന്ത് ചോദിച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അതിനകത്ത് നിങ്ങൾക്ക് യാതൊരുവിധ ഡൗട്ടിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് വേറൊരു സിനാരിയോ നോക്കാം. ആക്സിഡൻറ്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്. ആക്സിഡൻറ്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്ന എല്ലാ പേഷ്യൻറ്റും എന്നല്ല, ആക്സിഡൻറ്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് സിനാരിയോയിൽ കൊടുത്തിരിക്കുന്ന എല്ലാ പേഷ്യൻസും നോൺ കേസ് ആണോ അല്ലെങ്കിൽ അൺനോൺ കേസ് ആണോ? അപ്പോൾ ഇതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സപ്പോസ് ഒരു പേഷ്യൻ്റ് ആക്സിഡൻറ്റ് ആൻഡ് എമർജൻസി യൂണിറ്റിൽ കുറച്ച് നേരമായി ഒബ്സർവേഷനിലാണ്. നിങ്ങൾ ആ പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി അപ്രോച്ച് ചെയ്യുന്ന നേഴ്സാണ്. ഈ കേസിൽ ഈ പേഷ്യൻ്റ് നിങ്ങൾക്ക് നോൺ ആണ് അല്ലേ. കുറച്ച് നേരമായി നിങ്ങളുടെ ഒബ്സർവേഷനിലുള്ള പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് നോൺ കേസാണ്. പക്ഷേ സഡൻലി ഇൻഷുർഡ് ആയിട്ടുള്ളൊരു പേഷ്യൻ്റ് നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്നു. ആ കേസ് നിങ്ങൾക്ക് അൺനോൺ ആയിട്ടുള്ളൊരു കേസാണ്. സോ വി വിൽ ഫസ്റ്റ് ഡീൽ വിത്ത് ഹൗ ടു ഡീൽ വിത്ത് എ നോൺ കേസ്. നോൺ കേസ് ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞ സീനിലൊക്കെ ചെയ്തതുപോലെ തന്നെ 3 minutes പ്രിപ്പറേഷൻ ടൈമിൽ നമുക്ക് നെയിം കളക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ നെയിം കളക്ട് ചെയ്യുകയാണെങ്കിൽ 5 മിനിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ പേര് വിളിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഹോസ്പിറ്റൽ വാർഡിൽ എങ്ങനെയാണോ പേഷ്യനെ അഡ്രസ്സ് ചെയ്തത് അതുപോലെ തന്നെ നമുക്ക് പേര് വിളിച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് വളരെ ജെന്യുവിനായിട്ട് ഫീൽ ചെയ്യും. Suppose interlocutor told you that you can address him during the role play as Mr. John. So when you open your conversation for 5 minutes speaking time, you can start like this. Hello Mr. John, how are you feeling now? അപ്പോൾ അത് കുറച്ചുകൂടെ ജെന്യുവിനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും.
സപ്പോസ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത് ഒരു അൺനോൺ കേസ് ആണെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ, അപ്പോൾ നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ ഫസ്റ്റ് കൊടുക്കുക, ശേഷം പേഷ്യൻ്റെ കംപ്ലയിൻറ്റ് ചോദിച്ച് നമ്മളുടെ ആ സീക്വൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. പക്ഷേ അതേ കാര്യം പേഷ്യൻ്റെ കംപ്ലയിൻറ്റ് സിവിയർ ആണെങ്കിൽ അല്ലെങ്കിൽ സിവിയർലി ഇൻഷ്യൂർഡ് ആയിട്ടുള്ളൊരു കേസാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അഡ്രസ് ദെയർ കൺസേൺ ഫസ്റ്റ് ഓർ അഡ്രസ് ദെയർ കംപ്ലയിൻറ്റ് ഫസ്റ്റ്. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആക്സിഡൻറ്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റാണ്. അത് നിങ്ങൾ സീൻ അനുസരിച്ച് അൺനോൺ കേസാണോ നോൺ കേസാണോ എന്ന് മനസ്സിലാക്കി ഡിസ്ക്രിപ്ഷൻ കറക്റ്റായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം ലോജിക്കലി നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ഇനി OIT റോൾ പ്ലേസിൽ നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന മറ്റൊരു സെറ്റിംഗ് എന്ന് പറയുന്നത് ക്ലിനിക്സ് അല്ലെങ്കിൽ സം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സ് ആണ്. ഈ ഏരിയയിൽ സാധാരണയായി പേഷ്യൻ്റ് യൂഷ്വലി അൺനോൺ ആണ്. കാരണം ആദ്യമായിട്ടൊരു ആവശ്യത്തിന് വേണ്ടി ആ ക്ലിനിക്കിനെ അപ്രോച്ച് ചെയ്യുന്ന പേഷ്യൻ്റായിട്ടാണ് നമുക്ക് സാധാരണ സെറ്റിങ്ങിൽ കിട്ടാറുള്ളത്. പക്ഷേ അവിടെ നമുക്കൊരു എക്സെപ്ഷൻ പറയാൻ പറ്റും. പേഷ്യൻ്റ് കമ്മിങ് ഫോർ ദെയർ റിവ്യൂ അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റിന് ഒരു മെഡിക്കേഷൻ ചേഞ്ച് ഉണ്ടായിട്ട് അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് വല്ലതും നിങ്ങളെ മീറ്റ് ചെയ്യാൻ വരികയാണ്. അപ്പോൾ ആ കേസിലൊക്കെ നിങ്ങൾക്ക് ആ കേസിനെ നോൺ കേസായിട്ട് അപ്രോച്ച് ചെയ്യാം. അല്ല എങ്കിൽ ആ കേസ് അൺനോൺ കേസാണ്. നിങ്ങൾ സ്ട്രേറ്റ് അവേ പേഷ്യൻ്റ് വരുമ്പോൾ ഒരു ക്ലിനിക്കിൽ എങ്ങനെയാണോ റിസീവ് ചെയ്യുന്നത് ആ രീതിയിലായിരിക്കും ആ റോൾ പ്ലേയിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ക്ലിനിക് സെറ്റപ്പിലുള്ള ഒരു റോൾ പ്ലേയിൽ എപ്പോഴും അതൊരു ഇൻ്റർവ്യൂ സ്റ്റൈല് അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ സ്റ്റൈലിലായിരിക്കും മുന്നോട്ട് പോകുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ പേഷ്യൻ്റെ അടുത്ത് ഗ്രീറ്റ് ചെയ്തു, ഗ്രീറ്റിംഗ് അക്കോർഡിംഗ് ടു ദ ഡേ ടൈമിങ്സ്. Then you are introducing yourself first, that I am so and so, I am the nurse working in this department or this clinic. Please be seated. ക്ലിനിക്കിൽ മാത്രം വരുന്നൊരു പ്രത്യേകതയാണിത് അല്ലേ. അവർക്കൊരു സീറ്റ് ഓഫർ ചെയ്യുക, അതിനുശേഷം നമ്മൾ കൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള ആ ഒരു പ്രത്യേകത ക്ലിനിക്കിലാണ് നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. പ്ലീസ് ബി സീറ്റഡ്. ഹൗ മേ ഐ അഡ്രസ് യു ഓർ മേ ഐ നോ യുവർ നെയിം ഫോർ ബെറ്റർ കൺവെർസേഷൻ, ഡോക്യുമെൻറ്റേഷൻ, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കത് ചോദിക്കാവുന്നതാണ്. ഇപ്പം ക്ലിനിക് സെറ്റപ്പിൽ നോൺ കേസും അൺനോൺ കേസും ഡീൽ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു സ്കൂൾ ഹെൽത്ത് നഴ്സിൻ്റെ സെനാരിയോ ആണ്. അപ്പോൾ ഇവിടെ നോൺ കേസിനും അൺനോൺ കേസിനും ഉള്ള ചാൻസ് ഉണ്ട്. ഇപ്പം സ്കൂൾ ഹെൽത്ത് നഴ്സ് ഒരു റെഗുലർ നഴ്സാണ് ആ സ്കൂളിലെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു നോൺ കേസ് ആയിരിക്കും. പക്ഷേ ആ സ്കൂൾ ഹെൽത്ത് നഴ്സ് ഒരു വിസിറ്റ് നഴ്സ് ആണെങ്കിൽ അതൊരു അൺനോൺ കേസായിട്ട് അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം വിസിറ്റ് ഹെൽത്ത് നഴ്സിന് എപ്പോഴും ഒരു സ്റ്റുഡൻസുമായിട്ട് അത്ര ഓറിയൻറ്റഡ് ആയിരിക്കണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. നോൺ കേസ് ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞ സെനാരിയോസിലൊക്കെ ചെയ്തതുപോലെ തന്നെ 3 minutes ടൈമിൽ നമ്മൾ നെയിം കളക്ട് ചെയ്തതിന് ശേഷം മുന്നോട്ട് പോവുക. അൺനോൺ കേസ് ആണെങ്കിൽ you introduce yourself first, then collect the information and you can collect patient name during the conversation. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സെനാരിയോ ആണ്. ഇറ്റ്സ് നത്തിങ് ബട്ട് ടെലഫോണിക് കൺവെർസേഷൻ. ടെലഫോണിക് കൺവെർസേഷൻ സാധാരണ എപ്പോഴാണ് വരിക? ഒന്നുകിൽ ഒരു അപ്പോയിൻമെൻറ്റിനായിട്ട് വിളിക്കുന്ന ഒരു പേഷ്യൻറ്റ്, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഏജൻസിയിലേക്ക് അവരുടെ ആവശ്യങ്ങൾക്കായി വിളിക്കുന്ന ഒരു പേഷ്യൻറ്റ്. ഇതുപോലുള്ള കേസുകളൊക്കെ നമ്മൾ ടെലഫോണിക് കൺവെർസേഷനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ കേസുകളിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കുറച്ച് എറ്റിക്വറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അവർ വിളിക്കുമ്പോൾ തന്നെ മേ ഐ സ്പീക്ക് ടു അല്ലെങ്കിൽ ആം ഐ സ്പീക്കിംഗ് ടു, ഈ രീതിയിലുള്ള കൺവെർസേഷൻ, അതായത് നിങ്ങൾ കറക്റ്റ് പേഴ്സണുമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താനുള്ള ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ ഫേസ് ടു ഫേസ് അല്ല സംസാരിക്കുന്നത്, അതുകൊണ്ട് തന്നെ സംസാരത്തിൽ ക്ലാരിറ്റി ഉണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. അപ്പം ഒരു നമ്പർ അല്ല ന്യൂമറിക്കൽസ് എന്തെങ്കിലും പറയുന്ന ആൾ കൺവേ ചെയ്യുകയാണെങ്കിൽ അത് റിപ്പീറ്റ് ബാക്ക് ചെയ്ത് കൺഫേം ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. സപ്പോസ് നമ്മളെ വിളിക്കുന്ന ആൾ പറയുന്നു ദ നമ്പർ ഈസ് 1 2 3 4 5 6, അപ്പം നമ്മൾ തിരിച്ചത് റിപ്പീറ്റ് ബാക്ക് ചെയ്യുക. ഈസ് ദിസ് 1 2 3 4 5 6. അപ്പോൾ അത് കറക്റ്റ് ആണോ എന്നുള്ള ആ കൺഫർമേഷൻ നമ്മൾ അവിടെയാണ് എടുക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ആ ടെലഫോണിക് ഇൻ്റർവ്യൂ എൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ വിളിച്ച ആൾക്ക് നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് അത് എൻഡ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ലൈക്ക് ഇറ്റ് വാസ് നൈസ് സ്പീക്കിംഗ് ടു യു ഓർ let it be a good day for you, something like that. അങ്ങനെ ഒരു നല്ലൊരു വിഷ്യൂടെ കൊടുത്തതിന് ശേഷം ആ ഇൻ്റർവ്യൂ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, ആ കൺവെർസേഷൻ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും. അപ്പോൾ എനിക്ക് നിങ്ങളോട് അവസാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാലോ ഓൾവേസ് ഗോ ത്രൂ ദ സിറ്റിംഗ്, ഡിസ്ക്രിപ്ഷൻ ആൻഡ് ടാസ്ക്.
then together you will get an idea how to approach this particular case. അതനുസരിച്ച് കേസിനെ അപ്രോച്ച് ചെയ്യുക. So that's all. Wish you all a good time.